വർക്കിന് പോകാനായിട്ട് ഞാൻ ഇറങ്ങി തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ ദേ എല്ലാ തിങ്സും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗേൾസിനെയൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്, എവിടെയാണ് വരേണ്ടത്, എങ്ങനെയാണ് ടൈം കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ആൾ വരുന്നത് തിരുനെൽവേലിയിൽ ഓൾറെഡി മോർണിംഗ് വർക്ക് ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. ഞാനും പിന്നെ വേറൊരു ഗേളും വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പം നമ്മൾ തമ്പാനൂരിൽ നിന്നാണ് ബസ് കയറി പോകുന്നത്. നമുക്ക് ഇന്ന് മോർണിംഗ് വർക്ക് എടുക്കാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പമാണ്, കാരണം അവർ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. നമ്മളിവിടുന്ന് പോകുമ്പോഴത്തേക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കുറച്ചധികം ബ്ലോക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഹാഫ് ആൻ അവർ കൂടെ നേരത്തെ ഇറങ്ങണം. കാരണം നമുക്കിപ്പം ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പോകുന്ന ടൈം, പിന്നെ അവിടെ ചെന്ന് റെഡിയാകുന്ന ടൈം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു വർക്കിന് ഇറങ്ങുന്നത്. അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത് ഇതാണ് കോസ്റ്റ്യൂം വരുന്നത്. അപ്പം ഈ ഗൗണാണ് കേട്ടോ നമ്മളിടുന്നത്. അപ്പം ഞാൻ ഇറങ്ങി. പിന്നെ ഇന്ന് വാവ് ഉറങ്ങിയിട്ടില്ല. ഞാൻ അമ്മയെടുത്ത് കൊടുത്തു. അമ്മ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം അമ്മ ഉറക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, റോഡൊക്കെ കുത്തി പൊളിച്ചിട്ടേക്കുക. ഇവർക്കിതാണ് കേട്ടോ സ്ഥിരം പരിപാടി. പിന്നെ ബസ് വന്നു, ബസ്സിൽ കയറി. ഞാൻ ബസ്സിൽ തമ്പാനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമ്പാനൂർ നമ്മൾ ചെന്നതിന് ശേഷം അവിടെ നിന്ന് KSRTC ബസ്സിലാണ് പോകുന്നത്. അപ്പം നാഗർകോവിൽ സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വണ്ടി വരും. അപ്പം നമ്മൾ ഇവിടുന്ന് ആദ്യം ബസ് കയറി നാഗർകോവിൽ എത്തണം. അപ്പോൾ ഞാൻ തമ്പാനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബസ് നോക്കണം, സീറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. സീറ്റ് ഇല്ലെങ്കിൽ പണിയാവും. കാരണം നമുക്ക് 2 മണിക്കൂർ ഇവിടെ നിന്ന് നാഗർകോവിൽ ട്രാവലുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകുന്നത് കൊണ്ട് നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ബസ് കയറി നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. ഒരു വണ്ടിയിൽ ഞങ്ങൾ ത്രിബിൾസ് അടിച്ചിട്ടാണ് പോകുന്നത്. 4 പേരുടെ വർക്കാണ്. അപ്പം 2 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, മലകളൊക്കെ, ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെൽപ്പാടങ്ങൾ, പിന്നെ വാഴ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് വർക്ക് സൈറ്റിലെത്തി. ഒന്നും ആയിട്ടില്ല, ലൈറ്റ് പോലും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി റൂമിൽ ചെന്ന് റെഡിയായിട്ട് നമ്മൾ ഇറങ്ങി നിൽക്കണം. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി. ഗൗൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ. കാരണം സാരിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം എടുക്കുമല്ലോ എടുക്കാനായിട്ട്. അപ്പോൾ ഇറങ്ങി. പക്ഷെ ഒന്നും ആയിട്ടില്ല. തിരിച്ച് ഞങ്ങളിവിടെ വന്നിരിപ്പുണ്ട്. ലൈറ്റ് പോലും ഓൺ ചെയ്തിട്ടില്ല അവർ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വർക്ക് എപ്പോൾ തുടങ്ങും, എന്താണ്. അപ്പോഴത്തേക്കും ക്യാമറാമാൻ വന്നു. അവരും പിന്നെ പോസ്റ്റാണ് കേട്ടോ. കാരണം അവർ എത്തിയിട്ടില്ല, വീട്ടുകാരെ എത്തിയിട്ടില്ല. ഞങ്ങൾ പിന്നെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എപ്പോഴാണ് നമ്മൾ വീട്ടിൽ ചെല്ലുന്നത്. നോർമലി ഒരു വർക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല ലേറ്റാവും. പിന്നെ കുറേ കഴിഞ്ഞ് 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവർ വന്നത്. വർക്ക് തുടങ്ങി, വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ കേക്ക് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നില്ല, കാരണം ഫുഡ് ഇവിടെ അത്ര പോരാ. അപ്പം അതുകൊണ്ട് കേക്ക് കഴിക്കുവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വണ്ടി വന്നു ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് നേരെ നാഗർകോവിൽ ചെല്ലണം. അവിടെ നിന്ന് നാഗർകോവിലിൽ നിന്ന് തിരിച്ചതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം വന്നെത്തണം. അപ്പോൾ ഞങ്ങൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്തു. ഓട്ടോ വന്നതും നമുക്കിനി വീട്ടിലോട്ട് പോകണം. പിള്ളേരാരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എണീറ്റിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.